place clean. Let the place clean. വന്ന വരവ് കണ്ട ചെക്കനാള് പുലിയാണ് കേട്ടാ. ബാധ്യത ഇങ്ങനെ മസിൽ പിടിച്ചും ഡയലോഗ് അടിച്ചും കാലം കഴിക്കുകയുള്ളു. പുറം പണിക്കാർ ചെക്കന്മാർ ഹോസ്പിറ്റലിലേക്ക് അർമാദിക്കണേ. ഇതെന്നെ ഇടപാടാ ചേട്ടാ ഈ കാണിക്കുന്നേ. മനുഷ്യനിപ്പോ വീണ് ചത്തേനല്ലോ. കുടുംബത്തോട്ട് അങ്ങ് തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞാന്നോ കാലത്തെ വണ്ടി എടുത്തോണ്ട് പോന്നേ. എന്റെ മാതാവേ, മുട്ടാൻ നിക്കണ്ടടാ കൊച്ചെ. അലമ്പ് പാർട്ടീസാ, കണ്ടാലറിയാം. അല്ലേ? വിട്ടോണം, വിട്ടുപോയിക്കോണം റോസ്വില്ലേന്ന് ഇന്ന് തന്നെ. അതെന്റെ കളവാണ്. അവിടെ ഇറങ്ങി കളിക്കാൻ നിൽക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായടാ? ഇല്ലെങ്കിൽ എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറ. ഇയാളാരാ? അത് സൈമച്ചായം പറയുമ്പോ ഞാൻ ഉള്ള ജീവൻ കായല് കളയാണ്ട കുടുംബത്തിൽ പോവാൻ നോക്കണം. പന്നിയുടെ മക്കളെ വൈക്കണ്ടൊക്കെ അവിടുന്ന്. ഓ, ഇതൊന്നും ഓർത്ത് വെറുതെ നിങ്ങൾ വിഷമിക്കേണ്ടെന്നേ. എനിക്കിതൊക്കെ ശീലമാ. പിന്നെ തല്ലും കൊണ്ടിരിക്കുമ്പോ തിന്നാൻ ഇതുപോലെ ആപ്പിള് കിട്ടാറില്ല എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. റെസ്റ്റ് എടുത്തോളൂ. സൈമൺ അങ്കിളിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ഓ പിന്നെ, എന്നിട്ട് വേണം പുള്ളി ജില്ല വിട്ടു പോകാൻ. അങ്ങേരുടെ പേര് പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ ചവിട്ട് കിട്ടിയത്. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ താഴെ ഉണ്ടാവും. ഏഞ്ചൽ, ഞാൻ ഇവിടുന്ന് മാറിയാലോന്നാ. വെറുതെ എന്നാത്തിന് ഓരോരോ പ്രശ്നങ്ങള്. പേടിയുണ്ടോ? അതുകൊണ്ടല്ല, നിങ്ങൾക്ക് വെറുതെ. എബി ഇവിടുന്ന് മാറി താമസിച്ചതുകൊണ്ട് ഈ പ്രോബ്ലം ഒന്നും തീരുന്നില്ല. ഈ സിറ്റുവേഷനിൽ താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്നറിഞ്ഞാൽ ജയിക്കുന്നത് ഹെൻറി ആയിരിക്കും. കർത്താവ് തമ്പുരാൻ കുരിശേ കിടന്ന കിടപ്പ് നീ ഓർക്കുന്നുണ്ടോ? എന്നാ അതുപോലൊരു കുരിശേ നിന്നെ കിടത്ത് വന്നാ അവൾ ആ പറഞ്ഞു വെച്ചും പോയതിന്റെ അർത്ഥം. എന്റെ കൊച്ചെ, നമുക്ക് നല്ല അന്തസ്സുള്ള അടി നാട്ടിൽ നിന്ന് കിട്ടത്തില്ലയോടാ. ഇവിടെ വന്ന് കിടന്ന് കണ്ട കൊണ്ട തല്ലു കൊള്ളണോ? എടാ, അവളതൊക്കെ പറയും. അവക്ക് വരും ഡയലോഗ് സീനിലേ ഉള്ളൂ. സംഘടന സീനി നമ്മളാ. ഓ, നീ നേരം കളയാതെ ഇവിടുന്ന് മാറാൻ നോക്ക്. ഇല്ലടാ ജോസേ, ഇനി ഏഞ്ചലും ഈ വീട്ടിലെ ആ പാവം ആന്റിമാരും ആരുടെ മുന്നിൽ തോക്കരുത്. എന്നതാ നിന്റെ മനസ്സിൽ? പ്രേമം. അപ്പൊ ഇവൻ ഏഞ്ചലിനോട് പ്രേമം തോന്നി തുടങ്ങിയിരിക്കുന്നു. കൊള്ളാം. ഇച്ചായം വിചാരിക്കണ പോലെ അതങ്ങനെ ഒരു ഇഷ്ടമല്ല ഇച്ചായ. എനിക്ക് അവളോട് സ്നേഹമാണോ ബഹുമാനമാണോ ആരാധനയാണോ അതൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ ഏഞ്ചൽ അടുത്ത് വരുമ്പോ, എന്നോട് മിണ്ടുമ്പോ, ചിരിക്കുമ്പോ എന്തോ ഒരു ഇത്. ഈ ഫീലാണ്ട യഥാർത്ഥ ലവ്. പരസ്പരം പ്രണയിക്കാൻ ദൈവം തരുന്ന സിഗ്നലാണത്. ഡിവൈൻ ലവ്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഏഞ്ചൽ അറിയാൻ പാടില്ല ചായ. അറിഞ്ഞ മറ്റെല്ലാവരെയും പോലെ ഞാനും അവരെ കുറിച്ച് ചിന്തിച്ചെന്ന് അവർ വിചാരിച്ചാലോ? ആ വീട്ടിലെ സ്നേഹവും സ്വാതന്ത്ര്യവും നഷ്ടമാവരുത് എനിക്കൊരിക്കലും. ഓ കുന്തം,
പിന്നെ അല്ലാതെ ദേഷ്യം വരുത്തില്ലയോ? നിനക്കിനി ഇങ്ങനെ ദേഷ്യം വരണ്ട. ഇനി വന്നാൽ തന്നെ ഈ കുപ്പിയല്ല തീർക്കാൻ വേണ്ട. അല്ല ഞാൻ എടാ ഏബിക്കുട്ട, ഞാൻ എന്താ എപ്പോഴും ഇങ്ങനെ ഒറ്റത്തരയായിട്ട് ജീവിക്കുന്നത് നിനക്കറിയാവോ? അത് പെണ്ണ് കിട്ടാഞ്ഞിട്ട്. എനിക്കോ? പിന്നെ നിനക്ക് എന്തറിയാം? ഈ കൊച്ചിയിലെ സകല സുന്ദരിമാരുടെയും തന്തമാരും ആങ്ങളമാരും ഒരു കാലത്ത് ഈ സൈമന്റെ വീടിന് മുമ്പ് ക്യൂ നിൽക്കുകയായിരുന്നു. ക്യൂ. ഓ പിന്നെ ഇച്ചായന്റെ വീട് ബിവറേജസ് അല്ലയോ കാലത്തെ വന്ന് ക്യൂ നിൽക്കാൻ. പോടാ പുല്ലേ. എബി, പ്രണയം ഒരിക്കലും കൈവിട്ട് കളയരുത്. ആ നഷ്ടം പിന്നീട് ഒരിക്കലും നമുക്ക് നികത്താനാവില്ല. നിന്റെ ഏഞ്ചൽ അവൾ നല്ല കുട്ടിയാ. ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രം അനുഭവിച്ചൊരു പാവം പെൺകുട്ടി. സത്യത്തിൽ എന്താ ഇച്ചായ റോസുല്യ സംഭവിച്ചത്? അതൊരു കഥയാ. റോസിനെ പീറ്റർ വിവാഹം ചെയ്തതോടെയാണ് ആ വീട്ടിൽ ദുരന്തങ്ങൾ തുടങ്ങിയത്. ആദ്യം പീറ്ററിനോട് പിണങ്ങി ജൂഡ്സൺ, ആനിയുടെയും മേഴ്സിയുടെയും ബ്രദർ, അവൻ നാട് വിട്ടുപോയി. പിന്നീട് അവരുടെ ഡാഡി ഫിലിപ്പ് സാഹിബും മരിച്ചു. അതോടെ റോസ്വില്ലയുടെ ഭരണം മുഴുവൻ പീറ്ററിന്റെ കയ്യിലായി. അവനൊരു ഫ്രോഡായിരുന്നു, മുക്കുടിയൻ. ആ സംഭവം നടന്ന ദിവസം ഏഞ്ചലിന്റെ 8ാമത്തെ മറ്റേ ബർത്ത്ഡേ ആയിരുന്നു. നീയും നിന്റെ മമ്മിയെ പോലെ എന്നെ ഡിസ്റ്റർബ് ചെയ്യണോ? Go inside. റോസ്! റോസ്! Hey, Rose! Damn it! This is too much. നിനക്കെന്താ വിളിച്ചാ വിളി കേട്ടൂടെ? What do you want? I want little water. കുടിച്ചത് മതി. ഇന്നിവിടെ ഒരു സെലിബ്രേഷൻ നടക്കുക. ഗസ്റ്റുകൾ വരും. പ്ലീസ് പീറ്റർ, ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്. I know, my dear. ഏഞ്ചലിന്റെ ബർത്ത്ഡേ I know. ബട്ട് അതിനേക്കാൾ വലിയൊരു സെലിബ്രേഷനിലാണ് ഞാൻ. യു നോ, മേഴ്സിയുടെ മാരേജ് ഫിക്സ് ചെയ്തതിന്റെ. I said leave.